കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച തമിഴ് സിനിമകളിലൊന്നായിരുന്നു OTT റിലീസിന് ശേഷം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട സി പ്രേംകുമാർ സംവിധാനം ചെയ്ത മെയ്യഴകൻ. ജെന്റിൽ പേസ്ഡ് ആയിട്ടുള്ള പ്രേംകുമാറിന്റെ സിഗ്നേച്ചർ ശൈലി പിന്തുടരുന്ന സിനിമ എല്ലാവരെയും പിടിച്ചിരുത്തുന്ന വളരെ മനോഹരമായ ക്യാരക്ടർ സ്റ്റഡി കൂടിയാണ്. ഈ സിനിമയുടെ 50ാമത്തെ മിനിറ്റിൽ ആരംഭിക്കുന്ന ഒരു സീനാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓൺ പേപ്പർ ക്രിഞ്ചായി മാറാൻ എല്ലാ സാധ്യതയുമുള്ള ഈ സീൻ തിയേറ്ററിലും പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോഴും ഒരുപോലെ ആളുകളുമായി ഇമോഷണലി കണക്റ്റ് ആയ ഒരു സീനായിരുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ചീസി ആയിട്ടുള്ള ഈ സീൻ പ്രേംകുമാർ എങ്ങനെയാണ് ഇത്രയും മനോഹരമായി അവതരിപ്പിച്ചത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വെൽക്കം ടു ലെൻസ്മെൻ റിവ്യൂസ് ആൻഡ് ദിസ് ഇസ് ഇൻസൈഡ് ദ സീൻ. സിനിമ ഒരു ഓഡിയോ വിഷ്വൽ മീഡിയമാണ്. ഓഡിയോ എന്ന് പറയുമ്പോൾ സംഭാഷണങ്ങൾ, പശ്ചാത്തല സംഗീതം, പിന്നെ ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ. വിഷ്വൽ എന്ന് പറയുമ്പോൾ പെർഫോമൻസുകൾ, ഫ്രെയിമുകൾ മുതലായവ. സോ നമ്മൾ അടുത്തറിയാൻ ഒന്ന് ശ്രമിച്ചു നോക്കുന്ന ഈ കൊലുസ് സീനിൽ ഈ രണ്ട് ഘടകങ്ങളെ സംവിധായകൻ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. തുടക്കത്തിലൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേജ് മൊത്തം കാണിക്കുന്ന വൈഡ് ആയിട്ടുള്ള ഷോട്ടുകളാണ് ഈ സീനിൽ ഉപയോഗിക്കുന്നത്. ഭുവന എന്ന കഥാപാത്രം സ്വല്പം ഇമോഷണൽ ആകുമ്പോഴാണ് ഒരു മീഡിയം ഷോട്ടിലേക്ക് സിനിമ പോകുന്നത്. ഭുവനയുടെ ഇമോഷണൽ റിയാക്ഷൻ അരുളിനെ അഫക്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ അടുത്ത ഷോട്ടിന് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ അയാളുടെ റിയാക്ഷൻ കാണുന്നത് ഒരു മീഡിയം ക്ലോസപ്പ് ഷോട്ടിലൂടെയാണ്. കഥാപാത്രങ്ങളുടെ ഇമോഷണൽ ലെവൽ അനുസരിച്ച് മീഡിയം ഷോട്ടിനും മീഡിയം ക്ലോസപ്പിനും ഇടയിൽ സ്വിച്ച് ചെയ്ത് കളിക്കുകയാണ് എഡിറ്റർ ആർ ഗോവിന്ദരാജ്. ഇമോഷൻസ് കാരണം വല്ലാതെ ടൈറ്റായി വരുമ്പോൾ കൊടുക്കുന്ന ഒരു ബ്രീത്തിങ് ഗ്യാപ്പ് പോലെയാണ് വൈഡ് ഷോട്ടുകളെ പലപ്പോഴും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ആയിട്ടുള്ള ഫൺ കോൺവെർസേഷൻസ് നടക്കുമ്പോൾ കട്ട്സിൻ്റെ സ്പീഡ് സ്വല്പം കൂടുന്നുണ്ട്. ഒരു ചെറിയ ഡയലോഗ് പറഞ്ഞു തീർക്കും മുമ്പേ 3-4 റിയാക്ഷൻ ഷോട്ട്സ് വന്നു കഴിഞ്ഞിട്ടാണ് വൈഡ് ഷോട്ടിലേക്ക് എത്തുന്നത്. വരൻ്റെ കഥാപാത്രത്തെയും മീഡിയം ക്ലോസപ്പിൽ കാണിക്കുമ്പോൾ അരുളും ഭുവനയും തമ്മിലുള്ള ആത്മബന്ധം മനസ്സിലാക്കിയ ഒരാളാണ് അയാളെന്ന് ഡയലോഗിലൂടെ അല്ലാതെയും പ്രേക്ഷകനോട് കൺവേ ചെയ്യാൻ പ്രേംകുമാറിന് സാധിക്കുന്നുണ്ട്. സീനിൻ്റെ തുടക്കത്തിൽ അരുളിനെ നമ്മൾ കാണുന്നത് കൂടുതലും മീഡിയം ക്ലോസപ്പ് ഷോട്ടുകളിലാണ്. ഭുവനയെ അധികവും നമ്മൾ കാണുന്നത് മീഡിയം ഷോട്ടിലും വൈഡ് ഷോട്ടിലുമാണ്. എന്നാൽ ഗിഫ്റ്റ് തുറക്കാൻ തുടങ്ങുന്ന മൊമെന്റ് മുതൽ മീഡിയം ക്ലോസപ്പ് ഷോട്ടുകളിൽ ഭുവനയെ കാണുന്നത് കൂടുകയാണ്. സറൗണ്ട് സൗണ്ട് കട്ടാകാതെ വളരെ ലൈറ്റായിട്ട് ആ ഒരു ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കേൾക്കാം. ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഗിഫ്റ്റ് തുറക്കണോ എന്ന് അരുൾ ചോദിക്കുന്നതും ഡോറ് വരെ ക്യൂ ഉണ്ടെന്ന് കാർത്തിയുടെ കഥാപാത്രം പറയുകയും ചെയ്യുന്നത് ഒരർത്ഥത്തിൽ സിനിമ നമ്മൾ ലോജിക്കലി കാണുമ്പോൾ തോന്നുന്ന പ്രശ്നത്തെ സംവിധായകൻ അക്നോളജ് ചെയ്യുന്നതാണ്. മെയിൻ പെട്ടി തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഓരോ പെട്ടിയും ഭുവന തുറക്കാൻ പോകുന്നത് സ്വാഭാവികമായും ആളുകളെ കൊണ്ട് ലാഗ് അടിക്കുന്നു എന്ന കംപ്ലൈൻറ്റ് പറയിപ്പിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ്. പക്ഷേ അവിടെയും ചില എൻഗേജിങ് പൊടിക്കൈകൾ എഡിറ്റിങ്ങിലും തിരക്കഥയിലും കാണാം. ആദ്യം ഒരുപക്ഷെ നമ്മൾക്കും തോന്നാൻ സാധ്യതയുള്ള ലാഗ് ഫ്രസ്ട്രേഷൻ അഡ്രസ്സ് ചെയ്യാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന 2 പേരുടെ റിയാക്ഷൻ ഷോട്ടിലേക്ക് പടം പോകുന്നു. അതിനുശേഷം കാർത്തിയുടെ കഥാപാത്രവും ഭുവനയും തമ്മിലുള്ള ഒരു ഹ്യൂമറസ് കോൺവെർസേഷൻ നടക്കുന്നു. ആൻഡ് അതിൻ്റെ ഇടയിൽ പടത്തിലെ ഒരു സെൻട്രൽ തീമായിട്ടുള്ള കാർത്തിയുടെ കഥാപാത്രം ആരാണെന്ന ചോദ്യത്തിലേക്ക് ഭുവന ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാൻ അരുളിനെ പോലെ നമ്മളും ഒന്ന് എക്സൈറ്റഡ് ആകും. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി വളരെ ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നുണ്ട്. ഇനിയാണ് സീൻ മൊത്തത്തിൽ മാറുന്നത്. ഡച്ച് ആംഗിളിൽ ഗിഫ്റ്റ് ബോക്സിന്റെ ഉൾഭാഗം കാണിക്കുമ്പോൾ ഗോവിന്ദ് വസന്ത് ഒരുക്കിയിട്ടുള്ള ഗൊലുസ് എന്ന മെയിൻ തീം പ്ലേ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് സീൻ മെല്ലെ അരുളിൻ്റെയും ഭുവനയുടെയും മാത്രം ലോകത്തേക്ക് ഒതുങ്ങാൻ പോവുകയാണ്. ആൻഡ് ഇതിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള വ്യക്തി അരുളാണ്. അതുകൊണ്ട് തന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറഞ്ഞ ഫ്രെയിമുകളിലൂടെയാണ് നമ്മൾ അയാളെ കാണുന്നത്. ഫ്രെയിമിങ്ങിലും അയാൾ കുറച്ചുകൂടെ ഐസൊലേറ്റഡ് ആകുന്നുണ്ട്. ഭുവനയെ കാണിക്കുമ്പോൾ ആ കഥാപാത്രം മാത്രമാണ് ഫോക്കസിൽ. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമാണ് ആ സമയത്ത് ബാക്കി കഥാപാത്രങ്ങളുടെ റിയാക്ഷൻ. അവരൊക്കെ ഒരർത്ഥത്തിൽ ഓഡിയൻസായി മാറുകയാണ്. കാർത്തിയുടെയും രാജ്കുമാറിൻ്റെയും മുഖത്തുള്ള ചിരി ഈ സീൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന സന്തോഷത്തിന് വളരെ സിമിലർ ആയിട്ടുള്ളതാണ്. കാർത്തിയും രാജ്കുമാറും ഈ 2 കഥാപാത്രങ്ങളെ ഒരു ചെറു ചിരിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓരോന്നായി ആഭരണങ്ങൾ ഇട്ടുകൊടുക്കുമ്പോഴും ഡയലോഗ്സിൽ ഒരു നാച്ചുറൽ ഫീൽ കൊണ്ടുവരുന്നുണ്ട്. വള ഇടിയിക്കുമ്പോൾ വലിക്കുക എന്ന് ചോദിക്കുന്നതും, ഗോൾഡ് കോയിൻ ഇപ്പോൾ വേണ്ട, ആദ്യം വള മതി എന്ന് പറയുമ്പോഴും, കൊലുസ് പിന്നെ മതി എന്നൊക്കെ പറയുമ്പോഴും വളരെ റിയൽ ആയിട്ടാണ് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത്. സിനിമയാകുമ്പോൾ മീറ്റർ ലേശം കയറ്റിപ്പിടിക്കണം എന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ പേര് കൊലുസ് എന്നാണ്, തമിഴിൽ ഗൊലുസ്. അരുൾ ഭുവനയ്ക്ക് കൊലുസ് കെട്ടി കൊടുക്കുന്നതാണ് ഈ മൊത്തം സീനിൻ്റെ ഒരു പീക്ക് എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന 4 ഫ്രെയിമുകളിൽ നിന്ന് സിനിമ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴാണ്.
പാദസരം ഇടാൻ വേണ്ടി ഭുവന ഇരിക്കുന്ന മൊമെൻ്റ് മുതൽ ഈ സീക്വൻസ് കംപ്ലീറ്റ്ലി സിനിമാറ്റിക് ആവുകയാണ്. ഫ്രെയിം റേറ്റ് മാറുന്നു, സിമ്പിളായി പറഞ്ഞാൽ സ്ലോ മോഷൻ ആകുന്നു. അത്രയും നേരം ഉണ്ടായിരുന്ന സറൗണ്ട് സൗണ്ട് കട്ടാകുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് പിന്നെയുള്ള ഡോമിനൻറ്റ് സൗണ്ട്. ഭുവനെയും അരുളിനെയും നമ്മൾ കാണുന്നത് അത്രയും നേരം കണ്ടിട്ടില്ലാത്ത അവരെ രണ്ടുപേരെയും മാത്രം കാണിക്കുന്ന ടൈപ്പ് ക്ലോസ് ഫ്രെയിമുകളിലാണ്. ഈ സീക്വൻസിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള അരുളിനെ കാണിക്കുമ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് ഓരോ സമയവും കുറഞ്ഞ് അവസാനം ഒരു സീനിലെത്തുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എക്സ്ട്രീംലി ബ്ലേഡ് ആകുന്ന അവസ്ഥയിലാണ് എത്തുന്നത്. അവരുടെ രണ്ടുപേരുടെയും റിയാക്ഷൻസ് മാത്രം കാണിച്ച് സീൻ മൊണോട്ടണസ് ആകാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായ ഇടവേളകളിൽ മറ്റുള്ളവരുടെ റിയാക്ഷൻ ഷോട്ടുകളിലേക്കും സീന് പോകുന്നുണ്ട്. അതിൽ കണ്ണ് കലങ്ങിയിരിക്കുന്ന ഒരാളെ കാണിക്കുന്നിടത്ത് ആ സീൻ അതിൻ്റെ പൂർണ്ണത കൈവരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ആ ജൂനിയർ ആർട്ടിസ്റ്റ് കരഞ്ഞത് ഒരു ഹാപ്പി ആക്സിഡൻ്റ് ആയിരിക്കാം. ഇൻറ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലോ ഓഫ് ഷോട്ട്സിൽ നിന്ന് പടം പുറത്തേക്ക് വരുന്നത് വീണ്ടും ഒരു വൈഡ് ഷോട്ടിൽ അരുൾ നിലത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് കാണിക്കുമ്പോഴാണ്. മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള സീനുകൾ ഇന്നത്തെ ഓഡിയൻസ് കാണില്ല, ലാഗ് അടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഇത്രയധികം മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സീനിനെ ഫിലിം മേക്കിങ്ങിൻ്റെ ഭംഗി കൊണ്ട് വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന ഒന്നാക്കി പ്രേംകുമാർ മാറ്റുന്നത്. കഥാപാത്രങ്ങളെ റിയലായി നിലനിർത്താൻ പാകത്തിന് എഴുതിയിട്ടുള്ള ഡയലോഗുകൾ, ഹയർ മീറ്ററിലേക്ക് പോകാതെ പെർഫോം ചെയ്ത അഭിനേതാക്കൾ, ഇൻസേർട്ട് ഷോട്ടുകളും റിയാക്ഷൻ ഷോട്ടുകളും കൃത്യമായി പ്ലേസ് ചെയ്ത എഡിറ്റർ, ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പശ്ചാത്തല സംഗീതം കൊടുത്ത മ്യൂസിക് ഡയറക്ടർ, ഇമോഷൻസിനനുസരിച്ച് ഡെപ്ത് ഓഫ് ഫീൽഡും ഫ്രെയിം റേറ്റും ഫ്രെയിം കമ്പോസിഷനും സെറ്റ് ചെയ്ത സിനിമാറ്റോഗ്രാഫർ, സറൗണ്ട് സൗണ്ട് ഭൂരിഭാഗം സമയത്തും ഉപയോഗിച്ച് സിനിമാറ്റിക് ആകുന്ന സ്ഥലത്ത് മാത്രം അത് കട്ട് ചെയ്ത സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. എടുത്തു തൂക്കിക്കളയാൻ പ്രേംകുമാറിനോട് പലരും പറഞ്ഞിട്ടും അദ്ദേഹം ആ സീനുമായി മുന്നോട്ട് പോയത് ഒരുപക്ഷെ ഇവരിലൊക്കെയുള്ള വിശ്വാസം കൊണ്ടാകാം. That is one scene that came under a lot of criticism when it was read. Especially என்னோட இந்த படத்துக்கு 96லாம் சப்டைட்டில் பண்ணவங்க என்னோட பெஸ்ட் ஃப்ரெண்ட் ஆர்த்தி. அவங்கெல்லாம் வந்து கழுவி ஊற்றிட்டாங்க. அதை சீரியல் மாதிரி இருக்குது. ஒரு கிட்டத்தட்ட ஒரு 10 பேர் அதை வந்து ரொம்ப இல்லைங்க இது யோசிச்சுக்கங்க, கொஞ்சம் சீரியல் மாதிரி இருக்குது அப்படின்னு சொல்லிட்டாங்க. സീരിയൽ മീറ്ററിൽ இருக்குது, கொஞ்சம் பார்த்துக்கங்க அப்படின்னாங்க. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുമെന്നും ഇതുപോലുള്ള കോണ്ടന്റ് ഇനിയും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.